ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 44. 28/8/1987. വസൂല, എൻ്റെ സന്ദേശങ്ങൾ ഫ്രഞ്ച് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുക. ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ അപ്പം സൗജന്യമായി നൽകപ്പെടട്ടെ. കർത്താവെ, ഞാൻ പരിഭാഷപ്പെടുത്താം. അങ്ങ് സഹായിക്കുമെന്ന് എനിക്കറിയാം. 29/8/1987. വസൂല, ഞാൻ നിന്റെ മേൽ വിവേചനപരവും അറിവും വർഷിച്ചിരിക്കുന്നു. ഞാനാണ് നിന്നെ അഭ്യസിപ്പിച്ചിരിക്കുന്നത്. എന്റെ കലവറയിൽ നിന്നും ഞാൻ നിനക്ക് എന്റെ അപ്പം നൽകിയിരിക്കുന്നു. എന്റെ തോട്ടത്തിൽ നിന്നും ഞാൻ നിനക്ക് പഴം നൽകിയിരിക്കുന്നു. എന്റെ തിരുമുഖം വെളിപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന് ജ്ഞാനപ്രകാശം നൽകുന്നതിനു വേണ്ടി എന്റെ പ്രവൃത്തികൾ ഞാൻ നിന്റെ മേൽ വർഷിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നത് നീ മറക്കരുത്. മകളെ, ഞാൻ നിനക്ക് നൽകുന്നതുകൊണ്ട് സ്വയം തൃപ്തിപ്പെടുക. മറ്റുള്ളവരെയും കൂടി പരിപോഷിപ്പിക്കുവാൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഞാൻ നിനക്ക് സമൃദ്ധമായി ഫലങ്ങൾ നൽകിയിരിക്കുന്നു. എന്നെ ചാരുക, എന്നെ ആശ്രയിക്കുക. നിനക്കുള്ളതെല്ലാം എനിക്ക് നൽകുമോ? എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. യാതൊന്നും എനിക്ക് വേണ്ടി മാത്രം സൂക്ഷിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല. നിനക്കുള്ളതെല്ലാം തീർച്ചയായും എന്റേതാണ്. എന്നാൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. കർത്താവെ, എന്തു തിരഞ്ഞെടുക്കുവാനാണ്? നന്മയുടെയും തിന്മയുടെയും ഇടയിൽ ഏതു വേണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഞാൻ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഇത് മാത്രമാണ് എനിക്കുള്ളതെങ്കിൽ അങ്ങയോടൊപ്പം നിലകൊള്ളുവാൻ ഞാൻ തീരുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ നിന്നെ എന്നോട് ചേർത്ത് ബന്ധിക്കുവാൻ എന്നെ അനുവദിക്കുക. എന്നെ ഏറ്റവും അധികം അത്യാവശ്യമുള്ള ഇടങ്ങളിലേക്ക് നിന്നെ നയിക്കുവാൻ എന്നെ അനുവദിക്കുക. പിതാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. കുഞ്ഞെ, എന്നെ സ്നേഹിക്കുക, എന്നെ ശ്രവിക്കുക. എന്റെ പ്രവൃത്തികൾ ഞാൻ പൂർത്തിയാക്കുന്നതിനു മുമ്പ് എന്റെ അടുക്കിലേക്ക് വരുന്നതിന് നിന്നെ ഞാൻ കെട്ടഴിച്ചു വിടുകയില്ല. എന്റെ അഭിലാഷങ്ങൾ എഴുതിയെടുക്കുവാൻ നിന്നെ ഞാൻ ഉപയോഗപ്പെടുത്തും. സ്നേഹം നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ചിഹ്നം വരയ്ക്കുക. ദൈവത്തിന്റെ പ്രിയപുത്രനും ലോകരക്ഷകനുമായ യേശു ക്രിസ്തു. 30/8/1987. യേശുവേ, ഞാനാണ്. നിന്നിൽ വിശ്രമിക്കുവാൻ എന്നെ അനുവദിക്കാമോ? ഉവ്വ് കർത്താവേ. എന്റെ പുഷ്പമേ, എന്നെ അന്വേഷിക്കുക. എന്നെ തീക്ഷ്ണമായി ആഗ്രഹിക്കുക. എന്നെ സ്തുതിക്കുക. കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്റെ അനുഗ്രഹങ്ങളും നിനക്കുണ്ടാകട്ടെ. നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. എനിക്ക് അവിടുത്തെ സ്പർശിക്കുവാൻ കഴിഞ്ഞതുപോലെ ഞാൻ അവിടുത്തെ അനുഭവിച്ചറിഞ്ഞു. 31/8/1987. വസൂല, രാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ വരും. സമയം സമീപിച്ചിരിക്കുന്നു. നീ ഒറ്റയ്ക്കല്ല. എന്റെ സാന്നിധ്യം ലോകം വിസ്മരിക്കുന്നതായി തോന്നുന്നു. ഞാൻ ദൈവമാണ്. എന്നാൽ എത്ര പേർ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? വളരെ കുറച്ചുപേർ മാത്രം. നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശാന്തമായ രാത്രി ദർശനത്തിൽ ഞാൻ കണ്ടു. ആ നക്ഷത്രങ്ങളുടെ പിന്നിൽ നിന്ന് ദൈവത്തിന്റെ ദൃഷ്ടികൾ നമ്മുടെ നേർക്ക് തിരിഞ്ഞിരിക്കുന്നു. ഉണർന്നിരിക്കുക. എന്തെന്നാൽ രാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ ഇറങ്ങി വരും. കുഞ്ഞെ, ഞാൻ നിന്നെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് തന്നെ എന്റെ പദ്ധതികൾക്ക് ഞാൻ രൂപം നൽകിയിട്ടുണ്ട്. ഞാൻ നിന്നെ എന്റെ അടുക്കിലേക്ക് ഉയർത്തുകയും നിന്നെ ഒരു കാര്യം കാണിച്ചു തരികയും ചെയ്യാം. പ്രിയപ്പെട്ടവളെ, നീ ഇപ്പോൾ വിശ്രമിക്കുക. 1/9/1987. ഞാൻ സ്നേഹിക്കുന്നത് വിശ്വസ്തതയെയാണ്. വസൂല, നിന്നെ എന്റെ അടുക്കിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞാൻ നിനക്കൊരു ദർശനം നൽകാം. സ്വർഗം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം. ആകാശം എനിക്ക് കാണപ്പെട്ടു. നക്ഷത്രങ്ങളുള്ള ഏതു രാത്രിയും പോലെ തന്നെയായിരുന്നു ആ രാത്രിയും. പിന്നീട് അതിന് മാറ്റം വന്നു. പെയിന്റ് പൊട്ടുപോലെ അത് കാണപ്പെട്ടു. പല നിറത്തിലുള്ളവയായിരുന്നെങ്കിലും ചുവപ്പ് നിറം വളരെ പ്രകടമായിരുന്നു. ആ ചുവപ്പ് നിറം വളരെ കടുപ്പം കൂടി വന്നുകൊണ്ടിരുന്നു. ഈസ്റ്റ് പോലെ അത് താഴേക്ക് വീണുകൊണ്ടിരുന്നു. വസൂല, ഞാൻ സ്വർഗം തുറന്ന് ഒരിക്കലും കണ്ണുകൾ കണ്ടിട്ടില്ലാത്തവ കാണുവാൻ ഞാൻ നിന്നെ അനുവദിക്കും. നീ നല്ലതുപോലെ വിവേചിച്ചറിഞ്ഞിരിക്കുന്നു. ഉണർന്നിരിക്കുക. ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. എന്നെ ശ്രവിച്ച് എഴുതുക.
അനാദികാലം മുതലേ ഞാൻ എന്റെ സൃഷ്ടിയെ സ്നേഹിച്ചിരുന്നു. എന്നാൽ എന്നെ സ്നേഹിക്കുന്നതിനും അവരുടെ ദൈവമായി എന്നെ അംഗീകരിക്കുന്നതിനുമായിട്ടാണ് ഞാൻ എന്റെ സൃഷ്ടിയെ സൃഷ്ടിച്ചത്. എന്റെ കരങ്ങൾ സൃഷ്ടിച്ച സകലതിനെയും അനാദികാലം മുതൽ ഞാൻ വിശുദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ സ്നേഹത്തിന്റെ ദൈവമാണ്. ഞാനാണ് ഉദാത്തമായ സ്നേഹത്തിന്റെ ആത്മാവ്. സൃഷ്ടികളെ, അനാദികാലം മുതൽ തന്നെ എന്റെ സ്നേഹം മനുഷ്യവർഗത്തിന് ഞാൻ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നാൽ എന്റെ നീതിയും ഞാൻ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഓരോ തവണയും എന്റെ സൃഷ്ടികൾ എനിക്കും എന്റെ നിയമത്തിനുമെതിരായി മറുതലിച്ചപ്പോൾ ഞാൻ എന്റെ ഹൃദയം കഠിനമാക്കി. അവരുടെ അകൃത്യങ്ങളാൽ എന്റെ ഹൃദയം വളരെയധികം ദുഃഖിച്ചു. ഞാനാണ് സ്നേഹത്തിന്റെ ആത്മാവെന്നും അവരും ആത്മാവെന്നും അവരെ ഓർമ്മിപ്പിക്കുന്നതിനായി ഞാൻ വന്നു. ഭൂമിയിൽ അവർ കടന്നു പോകുന്ന ഒരു നിഴൽ മാത്രമാണെന്നും പൊടിയിൽ നിന്ന് രൂപപ്പെടുത്തപ്പെട്ട അവരുടെ മേലുള്ള എന്റെ ആദ്യത്തെ മഴത്തുള്ളികൾ പിന്നിൽ യാതൊന്നും അവശേഷിപ്പിക്കാതെ അവരെ ഒഴുക്കിക്കളയുമെന്നും അവരെ ഓർമ്മിപ്പിക്കുവാനായി ഞാൻ വന്നു. എന്റെ ശ്വാസം അവരിലേക്ക് നിശ്വസിച്ചുകൊണ്ട് ഞാൻ അവർക്ക് ജീവൻ നൽകി. ലോകം നിരന്തരമായി എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എന്റെ ഭാഗത്തു നിന്നാകട്ടെ എന്റെ അസ്തിത്വവും ഞാൻ എപ്രകാരം അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതും അവരെ ഞാൻ നിരന്തരമായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. സൃഷ്ടികളെ, എന്റെ നീതിയുടെ പാനപാത്രം നിറഞ്ഞിരിക്കുന്നു. എന്റെ നീതി നിങ്ങളുടെ മേൽ കഠിനമായി പതിക്കുന്നു. സൃഷ്ടികളെ, നിങ്ങൾ പരസ്പരം ഐക്യപ്പെടുക, എന്നെ ആദരിക്കുക, എന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. നിങ്ങൾ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ ഞാനും എന്റെ നീതിയെ എടുത്തു മാറ്റും. എന്റെ നിലവിളി മാറ്റുലി കൊള്ളുകയും സംഭവിക്കാനിരിക്കുന്നവയെപ്പറ്റി എന്റെ എല്ലാ മാലാഖമാരെയും ഭയചകിതരാക്കിക്കൊണ്ട് സ്വർഗം മുഴുവനും വിറപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ നീതിയുടെ ദൈവമാണ്. കാപട്യവും നിരീശ്വരത്വവും അസന്മാർഗികതയും കണ്ടുകൊണ്ട് എന്റെ കണ്ണുകൾ തളർന്നിരിക്കുന്നു. എന്റെ സൃഷ്ടി എന്റെ ധാർമ്മിക അധപ്പതനം വഴി സോദോമിന്റെ ഒരു തനിപ്പകർപ്പായി തീർന്നിരിക്കുന്നു. സോദോം നിവാസികളുടെ മേൽ ഞാൻ ഇടിയും മിന്നലും അയച്ചതുപോലെ നിങ്ങളുടെ മേൽ എന്റെ നീതിയുടെ ഇടിമിന്നൽ ഞാൻ അയക്കും. സൃഷ്ടികളെ, ഞാൻ വരുന്നതിനു മുമ്പ് പശ്ചാത്തപിക്കുക. നിശ്ചയമായും അനേകം പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ എന്റെ കൽപ്പനകൾ നിങ്ങൾ പാലിച്ചിട്ടില്ല. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുവാൻ ഞാൻ വിശുദ്ധരെ ഉയർത്തിയിട്ടുണ്ട്. മകളെ, എന്നാൽ അവർ അവരുടെ ഹൃദയം അടച്ചു കളഞ്ഞു. എന്റെ സൃഷ്ടികൾ ഭോഗാസക്തിയിൽ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുകയും എന്നെ അവഗണിക്കുകയും ചെയ്യുന്നു. അവരെ ഉണർത്തുവാൻ ഞാൻ അവർക്ക് അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. എന്റെ ദൈവമേ, അങ്ങയുടെ മക്കൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദയവായി വന്ന് അവരെ ഉണർത്തണമേ. അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. മണിക്കൂറുകളായിട്ട്, വർഷങ്ങളായിട്ട് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, അവരെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്തുക? അങ്ങയെക്കുറിച്ച് അവർക്ക് യാതൊന്നും അറിയില്ലെങ്കിൽ അവർ നിഷ്കളങ്കരാണല്ലോ. അവരെ പഠിപ്പിക്കുവാൻ ഞാൻ ശുശ്രൂഷകരെയും അധ്യാപകരെയും നിയോഗിച്ചിട്ടുണ്ട്. കർത്താവെ, അങ്ങയുടെ ശുശ്രൂഷകരും അധ്യാപകരും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അനേകം ജനങ്ങൾ അവരെ എതിർക്കുമ്പോൾ അവർക്ക് കൂടുതലായി എന്തു ചെയ്യുവാൻ കഴിയും? അവർ നിസ്സഹായരാണ്. നിസ്സഹായരാണെന്നോ? അവർ പശ്ചാത്തപിക്കണം. അവർ എന്റെ അടുക്കൽ വന്ന് പശ്ചാത്തപിക്കണം. കാലാകാലങ്ങളിലൂടെ ഞാൻ അവർക്ക് അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അവ എന്നിൽ നിന്നുള്ള അടയാളങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ അടയാളങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദുർബലരും നിഷ്കളങ്കരുമായ വ്യക്തികളിലൂടെ ഞാൻ അവർക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അവർ എന്റെ വചനത്തെ സംശയിച്ചു. എന്നെ വളരെയധികം ദുഃഖിപ്പിച്ചുകൊണ്ട് എന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അല്ലയോ ശിലാഹൃദയരായ മനുഷ്യരെ, അല്പവിശ്വാസികളെ, അവർക്ക് ഒരു നല്ല ഹൃദയം ഇപ്പോഴെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെ സഹായിക്കുമായിരുന്നു. അവരുടെ ഉറക്കത്തിൽ നിന്ന് ഞാൻ അവരെ തൊട്ടുണർത്തിയെങ്കിലും എത്രയോ തവണ അവർ തങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് വീണ്ടും നിദ്രയിലാണ്ടിരിക്കുന്നു. അങ്ങ് അടയാളങ്ങൾ നൽകുമ്പോൾ എന്തുകൊണ്ടാണ് അവർ അവ എല്ലാ മനുഷ്യരെയും അറിയിക്കാത്തത്? കുറച്ചുപേർ അറിയിക്കുന്നുണ്ട്. എന്നാൽ എന്റെ പുരോഹിതന്മാരിൽ ഭൂരിഭാഗം പേരും സംശയിക്കുകയും ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങളെ അടച്ചിരിക്കുന്നു. വസൂല, ഫരിസേയന്മാരെ നീ ഓർക്കുന്നുണ്ടോ? ഓ കർത്താവേ, പുരോഹിതന്മാരിൽ അനേകരും ഫരിസേയന്മാരുടെ തനിപ്പകർപ്പാണെന്ന് ഞാൻ നിന്നോട് പറയട്ടെ. അവർ സംശയിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നു. ദുരഭിമാനത്താലും കാപട്യത്താലും അവർ അന്ധരായി തീർന്നിരിക്കുന്നു. എത്ര പ്രാവശ്യം ഞാൻ അവർക്ക് അടയാളങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് നീ ഓർക്കുന്നുണ്ടോ? അനേകം തവണ ഞാൻ അവർക്ക് അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അവർ എന്താണ് ചെയ്തിരിക്കുന്നത്?
കാലം മാറിയിട്ടില്ല. എന്റെ പുരോഹിതന്മാരിൽ അനേകരും ഫരിസയന്മാരുടെ ശരിപ്പകർപ്പാകണം. ഞാൻ അവർക്ക് അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ തെളിവുകൾ കൊണ്ട് വിശദീകരിക്കുവാൻ കഴിയുന്ന അടയാളങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ തെളിവുകൾ ആവശ്യപ്പെടുന്നു. അങ്ങയുടെ പഴയ അടയാളങ്ങൾക്കൊരു തെളിവും ഇപ്പോഴത്തെ ഈ സന്ദേശങ്ങളിലൂടെയുള്ള വെളിപ്പെടുത്തലിന് എന്തെങ്കിലും മറ്റൊരു തെളിവും അങ്ങ് അവർക്ക് കൊടുക്കുമോ? കുഞ്ഞെ, ഞാൻ അവർക്ക് നൽകുന്ന അടയാളം നിന്നെ തന്നെയാണ്. കർത്താവെ, ഇതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താനാകുന്നില്ല. എനിക്കവരെ ബോധ്യപ്പെടുത്താനാകുന്നില്ല. അവരെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ആരുമല്ല. അവർ എന്റെ മുഖത്ത് നോക്കി പരിഹസിക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവെ, ഈ സന്ദേശം അങ്ങയുടേതാണെന്ന് ഞാനും മറ്റു കുറച്ചു പേരും അറിയുന്നു. എന്നാൽ ഈ സന്ദേശങ്ങൾ അങ്ങയുടേതാണെന്നതിന് പ്രകടമായ ഒരു തെളിവുമില്ലാത്തതിനാൽ അനേകർ എതിർക്കും. ഞാൻ ഒന്നുമല്ല, അങ്ങേക്കെല്ലാം അറിയാമല്ലോ. മകളെ, ഞാൻ എല്ലാമായി തീരട്ടെ. നീ ഒന്നുമല്ലാതിരിക്കുകയും ഞാൻ എല്ലാമായി തീരുകയും ചെയ്യട്ടെ. നീ എത്ര ചെറുതായി നിലകൊള്ളുന്നുവോ ഞാൻ അത്രയും വലുതായി നിലകൊള്ളും. മനുഷ്യവർഗത്തിനുമേൽ എന്റെ നീതി ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് തന്നെ അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാമായി തീരുവാനും അങ്ങനെ അങ്ങയുടെ നീതി എടുത്തു മാറ്റപ്പെടുവാനുമുള്ള ഒരു പരിഹാര മാർഗവുമില്ലേ? വസൂല, എന്റെ പുരോഹിതന്മാർ എന്നെ സ്വീകരിക്കുകയും അവർ എന്നെ തിരസ്കരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എന്റെ നീതി എടുത്തു മാറ്റും. ഞാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ എന്റെ മുന്നറിയിപ്പുകളെ അവർ മറച്ചുവയ്ക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ദയവായി എന്നോട് പറയുക. എന്റെ സർവശക്തിത്വത്തെയും എന്റെ സമ്പത്തിനെയും അവർ വിസ്മരിക്കുന്നതായി തോന്നുന്നു. അവർക്കൊന്നു മാത്രമേ വേണ്ടൂ. അവർ കാണുന്നത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. എന്റെ അനുഗ്രഹങ്ങളെ പരിഗണിക്കാതെ അവർ എന്നെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സൃഷ്ടിയെ എന്റെ സഭയെ പുനരുദ്ധരിക്കുക. വസൂല, എന്നെ ആദരിക്കുക. സമയം സമാഗതമായിരിക്കുന്നു. പ്രിയപ്പെട്ടവളെ, സമയം സമാഗതമായിരിക്കുന്നു. സ്നേഹം സ്നേഹമായിട്ട് തന്നെ വരും. കർത്താവെ, അങ്ങേക്ക് നന്ദി. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. 1-ാം തീയതിക്കും 4-ാം തീയതിക്കും ഇടയിലുള്ള 3 ദിവസങ്ങളിൽ വിവരണാതീതമായ വ്യത ഞാൻ എന്റെ ഉള്ളിൽ അനുഭവിച്ചു. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.